ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്താണെന്നറിയണ്ടേ, നേരെ വീഡിയോയിലേക്ക് പോകാം. മിക്കവരും ചാനൽ തുടങ്ങുമ്പോഴുള്ള അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ സംഭവിക്കാതിരിക്കും. അപ്പോൾ ആദ്യം തന്നെ മിക്കവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി, പക്ഷേ വാച്ച് അവർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നടക്കാതെ വരുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ ഏതെങ്കിലും ചാനലിൻ്റെ വീഡിയോസിൻ്റെ താഴെ പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചാനൽ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും സബ്സ്ക്രൈബേഴ്സ് കയറുമെന്ന് വെച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അവർ കാണത്തില്ല. ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചില വീഡിയോസിലൊക്കെ പോയിട്ട് ഇതിനെക്കുറിച്ച് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ വീഡിയോയുടെയൊക്കെ താഴെ പലവരും ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർക്കെല്ലാം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആർക്കും വ്യൂസ് കൂടുന്നില്ല. ഒരു 2-3 ദിവസം മുമ്പിട്ട വ്യൂസിന് 60-70 വ്യൂസിൻ്റെ മേളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്, അവർ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ വീഡിയോസ്. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു കാര്യമാണ്, നമ്മൾ വാട്സപ്പിലേക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാലും ഒക്കെ നമ്മുടെ ചാനൽ കാണുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, പറഞ്ഞതല്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ നമ്മുടെ വീഡിയോസ് കാണത്തില്ല, അവർ ചിലപ്പോൾ കണ്ടെന്നിരിക്കത്തില്ല. അത് നമ്മളിപ്പോൾ ഒരു വീഡിയോയുടെ ലിങ്കാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ആ വീഡിയോ കാണും. ഒരു 10 സെക്കൻഡത്തെ വീഡിയോ ആണെങ്കിൽ ഒരു 5 സെക്കൻഡ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് അവർ പോകും. പിന്നെ എല്ലാ വീഡിയോസും കാണണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തത്, അതായത് എൻ്റെ ചാനൽ കൊടുത്തത് എൻ്റെ 2-3 ഫ്രണ്ട്സിനും 2-3 ഫാമിലി മെമ്പേഴ്സിനും. ഇപ്പം എനിക്ക് 700 സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അല്ലാതെ ഞാൻ അയച്ചു കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് എന്ന് പറയുന്നത് 6 ലക്ഷത്തി സംതിങ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇതിൻ്റെ വ്യൂസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന. അത് ഞാൻ കാരണം അയച്ചു കൊടുക്കാത്തതുകൊണ്ട് സാധാരണ ഷോർട്സ് ഫീഡ്സിൽ നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ടാഗ്സ് കൊടുക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. #ടാഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യം ഞാനിട്ട വീഡിയോസിലൊന്നും ഞാനും ടാഗ്സും ഡിസ്ക്രിപ്ഷനും കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ ചില വീഡിയോസൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഈ ടാഗ്സ് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടത്, ഇപ്പോൾ ഹൗ ടു മേക്ക് എ കപ്പ് കേക്ക്. ഈ കപ്പ് കേക്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മൾ ടാഗ്സിൽ കുക്കിംഗ് എന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണോ ആ ടാഗ് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അത് സെർച്ച് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വരത്തുള്ളൂ. അതുകൊണ്ട് ടാഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു. പിന്നെ നമ്മൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, യൂട്യൂബ് ഷോർട്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതായത് യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഇത് നിങ്ങളുടെ ട്യൂട്ടോറിയൽസ്. കാരണം ഇപ്പോൾ ഗൂഗിളിലൊക്കെ കുറേ ഇത് കാണും, യൂട്യൂബ് വീഡിയോസ് നമുക്ക് സേവ് ചെയ്തെടുക്കാനുള്ള. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആ വീഡിയോയ്ക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ എപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനിരുന്നതാണ്, ബട്ട് അത് ഞാൻ എന്തോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പിന്നെ നിങ്ങൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ അത് ചാടി കയറി ഷെയർ ചെയ്ത് വ്യൂസ് കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഷെയർ ചെയ്തപ്പോൾ അവർ അയച്ചു തന്നെയല്ലേ എന്ന് വെച്ച്, നേരത്തെ പറഞ്ഞാൽ അയച്ചു തന്നെയല്ലേ എന്ന് വെച്ച് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ശരിയാ, നമുക്ക് വ്യൂസ് കിട്ടും, അവർ കുറച്ചങ്ങോട്ട് കണ്ടാൽ വ്യൂസ് കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ ഒരു 5-6 മിനിറ്റുള്ള വീഡിയോ ഒക്കെയാണ്, പക്ഷേ അവരതിന് തുടക്കത്തിൽ ഒരു 10 സെക്കൻഡേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു മിനിറ്റേ കണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 5-6 പേർ അങ്ങനെ ഇത് പോവുകയാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് തന്നെ മനസ്സിലാവും, അതായത് ഈ വീഡിയോ കാണുന്നവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവുകയും പിന്നെ അങ്ങോട്ട് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വേണ്ട, നമ്മുടെ ചാനലിൽ കയറി നോക്കാതെ ഹോം പേജിൽ തന്നെ വന്ന് കിടക്കാൻ ചാൻസ്. പിന്നെ ചിലവരൊക്കെ പറയുന്നേക്കാം, ഇത് ഞാൻ വേറൊരു യൂട്യൂബേഴ്സിനെ ഇതാക്കി പറയുന്നതല്ല, ചില വീഡിയോസ് ഇപ്പോൾ അത് എന്തിനെ കുറിച്ചുള്ളതാണ്, ഇപ്പോൾ ഡയറ്റിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഫുഡിൻ്റെ ഇങ്ങനത്തെ എന്ത് കാര്യത്തിലാണെങ്കിലും ചെയ്യുന്നവർക്ക്, ആ വീഡിയോ ചെയ്തവർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും സ്മിയാതിര. ടാറ്റാ.